പ്രകൃതിയുടെ മഹത്തായ ഒരു അത്ഭുതമാണ് കന്യാകുമാരി. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കന്യാകുമാരിയിൽ നിന്നുള്ള ഈ മനോഹരമായ സൂര്യോദയ കാഴ്ചകൾ പ്രകൃതിയുടെ അതുല്യമായ സൗന്ദര്യത്തെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നു. പുലരിയുടെ ആദ്യ നിമിഷം മുതൽ സൂര്യൻ ആകാശത്തേക്ക് ഉയരുന്നതുവരെ ഓരോ നിമിഷവും ഞാൻ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. അരുണോദയത്തിൻ്റെ ആദ്യ പ്രകാശരശ്മികൾ കടലിൻ്റെ തിരകളിലൂടെ മൃദുവായി പരക്കുന്ന കാഴ്ച ഹൃദയത്തെ വളരെയധികം ആകർഷിക്കുന്നതാണ്. കടൽ തീരത്ത് നിൽക്കുന്ന ഓരോരുത്തർക്കും അതൊരു ആത്മീയ അനുഭവമായി മാറുന്നു. ആകാശം ഇരുട്ടിൽ നിന്നും സാവകാശം ഓറഞ്ച് നിറത്തിലേക്കും പിന്നീട് ചുവപ്പ് കലർന്ന സ്വർണ്ണ നിറത്തിലേക്കും മാറുന്ന അത്ഭുതകരമായ ദൃശ്യം നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും. സൂര്യൻ ഉയരുമ്പോൾ കടലിൻ്റെ മേൽ വീഴുന്ന അതിൻ്റെ പ്രതിഫലനം ഒരു സ്വർണ്ണപ്പാത പോലെ നമുക്ക് തോന്നും. ഈ നിമിഷം പ്രകൃതിയുടെ ശാന്തതയും മഹത്വവും ഒരുമിച്ച് അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നു. നമുക്കിവിടെ നിന്ന് ആസ്വദിക്കാൻ കഴിയുന്നത് പുലർച്ചയിലെ നിശബ്ദതയും സമാധാനവുമാണ്. സൂര്യോദയത്തിൻ്റെ ആദ്യ കിരണങ്ങൾ നമുക്കിവിടെ നിന്ന് ദൃശ്യമാകുന്നു. നിറങ്ങൾ മാറുന്ന ആകാശത്തിൻ്റെ ഭംഗി, കടലിൽ പ്രതിഫലിക്കുന്ന സ്വർണ്ണപ്രകാശം, പൂർണ്ണമായി ഉയരുന്ന സൂര്യൻ്റെ അത്ഭുത കാഴ്ചകൾ. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ഇതൊരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ്. കന്യാകുമാരി സന്ദർശിക്കുന്നവർക്ക് സൂര്യോദയം കാണുക എന്നതൊരു നിർബന്ധമായ കാര്യമാണ്. ഈ മനോഹരമായ കാഴ്ച നമ്മുടെ കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്നു. പ്രകൃതിയുടെ ഈ അതുല്യ സൗന്ദര്യം കാണുമ്പോൾ നമ്മൾ പ്രകൃതിയുമായി ഒരുമിച്ച് പോകുന്ന ഒരു അനുഭവം ലഭിക്കുന്നു. കന്യാകുമാരിയിലെ സൂര്യോദയത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആകാശവും കടലും ഒന്നായി ലയിക്കുന്ന പോലെ നമുക്ക് തോന്നും. ഈ സമയത്ത് വിവേകാനന്ദ പാറയുടെ ദൃശ്യം വളരെ മനോഹരമായി നമുക്ക് അനുഭവപ്പെടും. അതിനുമപ്പുറം കടലിന് ഇടയിലായി തിരുവള്ളുവർ പ്രതിമ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്നത് കാണാം. ഇന്ത്യൻ യുവജനതയ്ക്ക് പ്രചോദനമായ ഒരു ദേശീയ സ്മാരകം കൂടിയാണ് വിവേകാനന്ദ പാറ. അവിടെ തന്നെയാണ് തിരുവള്ളുവർ പ്രതിമയും സ്ഥാപിച്ചിരിക്കുന്നത്. തമിഴ് കവിയായിരുന്ന തിരുവള്ളുവൻ്റെ സ്മരണയ്ക്കായി 133 അടി ഉയരത്തിൽ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ തിരുക്കുറൽ എന്ന പുസ്തകത്തിലെ 133 അധ്യായങ്ങളെ സൂചിപ്പിക്കുന്നതാണ് 133 അടി. ഭാരതീയ പാരമ്പര്യത്തിൻ്റെയും നവോത്ഥാന ചിന്തകളുടെയും സംഗമസ്ഥലമാണ്. 1892 സ്വാമി വിവേകാനന്ദൻ ധ്യാനം നടത്തിയ സ്ഥലം. അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നീ 3 സാഗരങ്ങൾ ഒന്നിച്ചു ചേരുന്ന ത്രിവേണി സംഗമസ്ഥാനമാണ്. ഒരേ സമയം തീർത്ഥാടന കേന്ദ്രവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് കന്യാകുമാരി. കന്യാകുമാരിയിലെ ആത്മീയ കേന്ദ്രം എന്നത് കന്യാകുമാരി ദേവി ക്ഷേത്രം തന്നെയാണ്. പ്രകൃതിയുടെ അത്ഭുതവും ആത്മീയതയുടെ സമന്വയവും ചേർന്ന ഈ പ്രദേശം ഒരു സാധാരണ ടൂറിസ്റ്റ് കേന്ദ്രമല്ല. ഇന്ത്യയിൽ ഏറ്റവും മനോഹരമായ സൂര്യോദയവും സൂര്യാസ്തമയവും ഒരേ സ്ഥലത്ത് കാണാനാകുന്ന അപൂർവ കേന്ദ്രം. തിരകളുടെ ശബ്ദവും കടലിൻ്റെ അഗാധതയും മനസ്സിന് സമാധാനം നൽകുന്നു. കന്യാകുമാരിയുടെ വിശുദ്ധ ക്ഷേത്രം വിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും കേന്ദ്രം കൂടിയാണ്. ഇവിടുത്തെ മണൽക്കരകൾക്ക് ചിലപ്പോൾ വ്യത്യസ്തമായ നിറങ്ങൾ കാണപ്പെടുന്നു. അതും പ്രകൃതിയുടെ അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ്. വിവേകാനന്ദ പാറ ആത്മവിശ്വാസത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും പ്രതീകമാണ്. കന്യാകുമാരിയിൽ നിന്നും കുറച്ചകലെ കടലിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന വിവേകാനന്ദ പാറ ഭാരതത്തിൻ്റെ ആത്മീയ ചരിത്രത്തിൽ വളരെ വലിയ സ്ഥാനമുള്ള സ്ഥലമാണ്. 1892 സ്വാമി വിവേകാനന്ദൻ ഇവിടെ എത്തി ധ്യാനം നടത്തിയിരുന്നു.
ഈ ധ്യാനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. പിന്നീട് ലോകത്തിന് മുന്നിൽ ഭാരതത്തിൻ്റെ ആത്മീയത അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് പ്രചോദനം ലഭിച്ചതും ഇവിടെ നിന്നാണ്. കടലിലൂടെ ബോട്ടിൽ യാത്ര ചെയ്താണ് ഇവിടെ എത്താൻ സാധിക്കുക. ധ്യാനമണ്ഡപത്തിൽ കയറുന്ന സന്ദർശകരെ ആത്മീയമായ ശാന്തതയിലേക്ക് നയിക്കുന്നു. പാറയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അവസാനമില്ലാത്ത കടലും ആകാശവും പ്രകൃതിയുടെ മഹത്വവും മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന അനുഭവമാണ്. വിവേകാനന്ദ പാറയ്ക്ക് സമീപം ഉയർന്നു നിൽക്കുന്ന തിരുവള്ളുവർ സ്റ്റാച്യു മഹാകവി തിരുവള്ളുവരെ അനുസ്മരിപ്പിക്കുന്ന മഹത്തായ ശില്പകലയാണ്. ഞാൻ പകർത്തിയ ഈ വീഡിയോയിലൂടെ കന്യാകുമാരിയിലെ സൂര്യോദയം ആസ്വദിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.